നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ് പ്രധാന രാഷ്ട്രീയ കക്ഷികളെല്ലാം. CPM-ൽ സീറ്റ് ധാരണ ഏതാണ്ടായി കഴിഞ്ഞു. വലിയ മാറ്റങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റിൽ നിന്നുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. CPI-ൽ ഇന്ന് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൽ സിറ്റിംഗ് MP-മാർ അതാത് സീറ്റുകളിൽ മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. ആലപ്പുഴയിലടക്കം ചില തീരുമാനങ്ങൾ എത്താനുണ്ട് താനും. BJP-യുടെ അന്തിമ പട്ടികയും ഉടനുണ്ടാകും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് ധാരണയായി. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം BJP ചെന്നുപെട്ട ഒരു പാട്ട് വിവാദം അതടക്കം നിരവധി വാർത്തകൾ പകൽ വാർത്തകളിൽ വിശദമായി തന്നെ ഉണ്ടാകും. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളം തെളിയുന്നു. CPM സീറ്റുകളിൽ ധാരണ. CPI സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. BJP-യുടെ അന്തിമ പട്ടിക ഉടൻ. മോദി 27-ന് തിരുവനന്തപുരത്ത്. ഒടുവിൽ ഇന്ത്യ സഖ്യത്തിൽ ഡൽഹിയിൽ ധാരണയായി. ആം ആദ്മി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. പാട്ടിറക്കി വെട്ടിലായി BJP. അട്ടിമറിയെന്നു സംശയിച്ച് സംസ്ഥാന നേതൃത്വം. നടപടി ആവശ്യപ്പെട്ട് K. സുരേന്ദ്രൻ IT സെൽ ചെയർമാനെ മാറ്റിയേക്കും. വിവാദമായി KM ഷാജിയുടെ പ്രസംഗം. കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ലീഗ് നേതാവ്. ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് KM ഷാജി. കൊല്ലപ്പെട്ട കർഷകന്റെ മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ തമ്മിൽ തർക്കം. പ്രതിഷേധം കടുപ്പിക്കാൻ കർഷകർ. വന്യമൃഗശല്യത്തിന് പരിഹാരം തേടി വയനാട്ടിൽ ഉന്നതതല യോഗം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പങ്കെടുക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഉപവാസം തുടരുന്നു. വയനാട്ടിൽ വീണ്ടും കടുവയിറങ്ങി. പേട്ടയിലെ 2 വയസ്സുകാരി മേരിക്ക് DNA പരിശോധന. ശ്രമം. ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കാൻ. കുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാൻ ശ്രമം. തലസ്ഥാനം വിടരുതെന്ന് ബന്ധുക്കൾക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് കൊടും ചൂട്. പുറത്തിറങ്ങാനാകാത്ത ജനം. 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാവുകയാണ്. 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPM ധാരണയിലെത്തിയതിന് പിന്നാലെ CPI എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും അഭിമാന പോരാട്ടമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞത് 20 മണ്ഡലങ്ങളും തങ്ങൾക്ക് ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. UDF സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഉടൻ തന്നെ വീണ്ടും നിയമസഭാ സമ്മേളനം ഇതിന്റെ അവസാന ദിവസം അന്ന് കൂടാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാഗ്രി യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ UDF-ന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരനിശ്ചിതവും ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗിന് അനിശ്ചിതം ഉള്ളതായിട്ട് നിങ്ങളോട് അവരാരും പറഞ്ഞിട്ടുമില്ല. ഒരനിശ്ചിതത്വമില്ല. കാരണം സമരാഗ്രി പരിപാടി നടക്കുന്നത് കൊണ്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവരും കൂടി പങ്കെടുത്താലല്ലേ UDF-ന്റെ യോഗം കൂടാൻ പറ്റും. അതുകൊണ്ട് അല്പം നീണ്ടുപോയി. ഈ 1-2 ദിവസത്തിനകം തന്നെ UDF യോഗം എന്ന് കൂടുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം തുടങ്ങിയപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു.
എന്നാൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഡാൻ കുര്യനും MS സനീഷ് കുമാറും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ കുര്യനിലേക്ക് ആദ്യം. ഡാൻ, സ്ഥാനാർത്ഥി ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും. CPM ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കാര്യങ്ങൾ. കോൺഗ്രസിന്റെ ഭാഗത്തും ഏതാണ്ട് ഉറപ്പാണ്, ആലപ്പുഴ ഒഴിച്ച്. മറിച്ച് BJPയും ചില സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? എവിടെയൊക്കെയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പ്രചരണമടക്കം ആരംഭിക്കാനുള്ള ശ്രമങ്ങളിലാണോ മുന്നണികൾ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇറങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയാണ്. CPM ഒരുപടി മുമ്പിലാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നത്. 27-ാം തീയതിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഏതാണ്ട് 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. വൈകാതെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഇന്ന് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് പട്ടത്തെ ഓഫീസിൽ ചേരുകയുണ്ടായി. അതിൽ ബിനോയ് വിശ്വം, അതായത് നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത് 26-ാം തീയതിയായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുകയെന്നാണ്. എന്തായാലും തൃശ്ശൂരിൽ VS സുനിൽകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ശക്തിയായ എതിരാളി എന്ന നിലയിൽ ആനി രാജയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ജയം, അതല്ലെങ്കിൽ കടുത്ത പോരാട്ടം. ജയം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുക. അത്തരത്തിലുള്ള ചർച്ചകളാണ് CPയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP നമുക്കറിയാം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ചതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് എത്തുന്ന സാഹചര്യമുണ്ടാകാം. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതിന് ഇടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന 27-ാം തീയതി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തേക്കുള്ള സന്ദർശനം അത് BJPയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കമായി തന്നെ മാറാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത, രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സമരാഗ്നിയുടെ ഭാഗമായുള്ള യാത്രകൾ 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്ന പൊതുവികാരമായിരുന്നു പാർട്ടിയിൽ മുഴുവനായി ഉയർന്നിരുന്നതെങ്കിലും വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ KK ശൈലജ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ശക്തമായ മത്സരത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നതെന്നൊരു പൊതു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP-മാർ എന്നതിനപ്പുറം ജയസാധ്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് എന്ന ഒരു പൊതു വിലയിരുത്തലാണ് നേതൃത്വത്തിനിടയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, രഞ്ജിത്ത്. തുടരുക ഡാൻ. ഏതായാലും തെരഞ്ഞെടുപ്പ് കളം കാര്യമായി തന്നെ അവിടെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പുരോഗമിക്കുന്നുള്ളതാണ്. മുൻപേ കൂട്ടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ CPM അടക്കം നടത്തിയത്. BJPയുടെ കളമാണ് ഇനി തെളിയാനുള്ളത്. കോൺഗ്രസിലും ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ CV അനുമോദ് കൂടിയുണ്ട്. അനുമോദ്, ഇന്നലെ അവിടുത്തെ മലപ്പുറത്തെ പ്രധാനപ്പെട്ട 2 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. KS ഹംസ എന്ന അത്ഭുത സ്ഥാനാർത്ഥി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഹംസയിൽ നിന്ന് CPM പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. സമാനമായി നേരത്തെയും ഇത്തരം ആളുകളെ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ, അൻവറിനെ പോലുള്ള ആളുകൾ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ CPM നടത്തിയിരുന്നു. അതേ കളി മലപ്പുറത്ത് വീണ്ടും സംഭവിക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? കാരണം KS ഹംസ പ്രധാനപ്പെട്ട ലീഗ് നേതാവായിരുന്നു നേരത്തെ. CPM ഇപ്പോൾ ഒന്നുകൂടി കയറി കളിച്ചിരിക്കുകയാണ്. എന്താണ് ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? 2009 മുതൽ പൊന്നാനി ഇടതുപക്ഷം പയറ്റുന്ന തന്ത്രം ആവർത്തിക്കുകയാണ് ഇത്തവണയും. 2009-ൽ ഹുസൈൻ രണ്ടത്താണിയായിരുന്നു അദ്ദേഹത്തിന് മീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ രണ്ടത്താണി. അദ്ദേഹത്തിന് AP വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, PDPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വിജയം നേടാൻ കഴിഞ്ഞില്ല. 2014-ൽ B അബ്ദുറഹ്മാനെ രംഗത്തിറക്കിയായിരുന്നു പരീക്ഷണം. അദ്ദേഹം അന്ന് കോൺഗ്രസ് നേതാവായിരുന്നു. അതിനുശേഷം PB അൻവറിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ വിജയകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും വോട്ട് പിടിച്ചത് B അബ്ദുറഹ്മാൻ മാത്രമാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലേക്കുള്ള ഒരു പരീക്ഷണങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിനിടയിലാണ് KS ഹംസ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പൊന്നാനിക്ക് വരുമെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് ലീഗ് വിരുദ്ധരുടെ വോട്ടുകൾ തന്നെയാണ്. നമുക്കറിയാം, ലീഗിലെ നേതൃത്വത്തെ പലതവണ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് KS ഹംസ. അദ്ദേഹത്തിന് AP വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ സമസ്തയും ലീഗുമായി ഇപ്പോൾ അത്ര രസകരമായ സാഹചര്യത്തിലല്ല, തൃപ്തികരമായ സാഹചര്യത്തിലല്ല പോകുന്നത്. അപ്പോൾ ലീഗിനോട് വിരോധമുള്ള സമസ്ത അണികളുടെ
വോട്ട് EK വിഭാഗത്തിൻ്റെ വോട്ടും KSMCക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ UDF-ന്റെ പാളയത്തിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തുന്നത് ലീഗിലെ വോട്ടുകൾ തന്നെ സമാഹരിച്ചതാണ്. അതിന് KSMCയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. പക്ഷേ ഇത് ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷമേ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കൂ എന്നാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാടുള്ളത്. പക്ഷേ നമുക്ക് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇതൊരു ഭീഷണിയാകില്ല എന്ന തരത്തിൽ തന്നെയാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. KSMCക്ക് പൊന്നാനിയിൽ ലീഗിനെ വിറപ്പിക്കാനാകില്ല എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. കാരണം അത്രമാത്രം വോട്ട് പിടിക്കാൻ ഹംസയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. ഈ ഒരു KSMCയെ എന്തുകൊണ്ട് ലീഗ് പുറത്താക്കി എന്നത് കൃത്യമായി അണികൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വോട്ടുകളൊന്നും തന്നെ ചോർത്താൻ കഴിയില്ല എന്നൊരു കണക്കൂട്ടലാണ് ലീഗിനുള്ളത്. ഒപ്പം തന്നെ ഈ ഇടതുപക്ഷ വോട്ടുകൾ മുഴുവൻ ഹംസയ്ക്ക് ലഭിക്കുമോ എന്നൊരു കണക്കുകൂട്ടലോ. കാരണം നമുക്കറിയാം കാലങ്ങളായിട്ട് ഈ പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനിയിൽ മത്സരിക്കുന്നില്ല. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു യുവ നേതാവ് മത്സരിക്കുന്നത് പൊന്നാനിയിലെ ഇടതുപക്ഷത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് വീണ്ടും പഴയ തന്ത്രത്തിലേക്ക് തന്നെ ഇടതുപക്ഷം പോകുന്നത് സ്വാഭാവികമായിട്ടും ഇടതു വോട്ടുകൾ മുഴുവൻ ഒരുപക്ഷെ ഹംസയ്ക്ക് ലഭിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തലും ലീഗിൻ്റെ ഭാഗത്തും ഉണ്ട്. എന്തിനാണെങ്കിലും ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ലീഗിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നേരത്തെ ബിനോയ് വിശ്വം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലേക്ക്. CPIക്ക് 20 മണ്ഡലങ്ങളും പ്രസ്റ്റീജിയസാണ്. 20 CPIക്ക് എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും ഉചിതമായ അർഹരായ യോഗ്യരായ 20 ഉണ്ട്. CPIക്ക് 20, CPI LDF CPI അതെല്ലാം എക്സിക്യൂട്ടീവ് കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. എറണാകുളത്തെ സ്ഥാനാർത്ഥം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് CPM-ൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് KJ ഷൈൻ നേരത്തെ വാർത്തകൾ നിറഞ്ഞ സ്ഥാനാർത്ഥി ന്യൂസ് 18നോട് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് താനും ഇക്കാര്യം അറിഞ്ഞത്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ പ്രതികരിക്കാമെന്നും ഷൈൻ വ്യക്തമാക്കി. എറണാകുളം മണ്ഡലത്തിലെ CPM ലോക്സഭാ സ്ഥാനാർത്ഥി KJ ഷൈനാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. ടീച്ചറെ നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. വടക്കംപറവൂരിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്? ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് ഒരു തീരുമാനം വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഞാനും അതറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിച്ചത്. അല്ലാതെ പാർട്ടി തീരുമാനിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എറണാകുളത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന KJ ഷൈനാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസ് 18 അവരുടെ പ്രതികരണം തേടിയത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, മലബാറിൽ കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്. മറുവശത്തും കോൺഗ്രസിന്റെ സിറ്റിംഗ് MP-മാരൊക്കെ അവിടെ പ്രവർത്തനം നടത്തി മികവ് തെളിയിച്ചവരാണ്. BJP-യുടെ പട്ടിക വരുന്നേ ഉള്ളൂ. പക്ഷേ മലബാറിൽ കാര്യമായി BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളില്ല താനും. എന്ത് പ്രതീക്ഷിക്കണം ഈ പോരാട്ടം അങ്ങോട്ട് കനക്കുമ്പോൾ? രഞ്ജിത്ത്, തീർച്ചയായും ഉശിരൻ പോരാട്ടങ്ങൾ ഇത്തവണ നടക്കുന്ന ഇടമായി മലബാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CPM-ന്റെ സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം മറ്റു മണ്ഡലങ്ങളിൽ കുത്തക മണ്ഡലങ്ങളെ പോലെ 2-3 വർഷമൊക്കെ ആയിട്ട് വിജയിക്കുന്ന ഇടങ്ങൾ, കോഴിക്കോട്ട് MK രാഘവനായാലും മുരളീധരൻ കഴിഞ്ഞ തവണ വടകരയിൽ നേടിയ വിജയമായെങ്കിലും കണ്ണൂരിൽ K സുധാകരൻ്റെതായാലും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനായാലും മികച്ച മാർജിനിൽ നേടിയ വിജയങ്ങളാണ്. ഒപ്പം ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം ആ സമീപ ജില്ലകളിൽ കൂടി വരും എന്നതാണ് വാസ്തവം. എന്തായാലും തവണ CPM മറുപടി നൽകാൻ ഒരുങ്ങുന്നത്. അതാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ആരോഗ്യമന്ത്രിയായ KK ശൈലജ ടീച്ചർ K മുരളീധരനെ നേരിടാൻ ഒരുങ്ങുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം. ഇതിൽ K മുരളീധരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ശൈലജ ടീച്ചറാണ് വരുന്നതെങ്കിൽ കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. ഒരു ഉശിരുള്ള പോരാട്ടം നടക്കുന്നു. ഇത്തരം നല്ല വലിയ മത്സരങ്ങളാണ് തനിക്കും ഇഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് എതിരാളിയെക്കുറിച്ചുള്ള ഒരു ആദരവ്. ഈ CPM-ന്റെ സംഘടനാ പ്രശ്നങ്ങൾ, ഒപ്പം TP ചന്ദ്രശേഖരൻ വധം ഉയർത്തിയ തുടർചലനങ്ങൾ, ഇവയാണ് വടകര മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയായി CPM-ന് മാറിയത്. എന്തായാലും ശൈലജ ടീച്ചർ എത്തുമ്പോൾ അത്തരം നിഷേധാത്മക വോട്ടുകൾ അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ആ പാർട്ടിയുടെ ഒരു മുഖം എന്നതിൽ ഉപരി ഒരു കേരള
MS സുരേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉഷിരൻ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനൊങ്കിയാണ് മലബാറിലെ മിക്ക മണ്ഡലങ്ങളും. കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയാണ് കളം പിടിക്കാൻ ഒരുങ്ങുന്നത് പ്രമുഖ കക്ഷികൾ. നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകണം. BJP സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്രാ ഗാന വിവാദ പരാമർശത്തിൽ വെട്ടിലായി BJP. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗാനം വന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് K. സുരേന്ദ്രന്റെ ആരോപണം. ദേശീയ നേതൃത്വത്തോട് സുരേന്ദ്രൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ വിവാദത്തിൽ IT സെൽ കൺവീനർ BJP സംസ്ഥാന അധ്യക്ഷന് വിശദീകരണം നൽകി. പൊന്നാനിയിലെ പദയാത്രയ്ക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച BJP അനുഭാവി ടീമിന് അബദ്ധം പറ്റിയെന്നാണ് വിശദീകരണം. അത് നമുക്ക് വിവാദമായ ആ പാട്ട് ഒന്ന് കേൾക്കാം. കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ താമരപ്പം ഒരു പിടിക്കു കൂട്ടരേ താമരപ്പം ഒരു പിടിക്കു കൂട്ടരേ താമരപ്പം ഒരു പിടിക്കു കൂട്ടരേ ദുരിതമേറ്റുപാടി വീഴും പതിത കോടി മാനവർക്കൊരഭയമായി. അതേസമയം ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിന്റെ ഏകോപന ചുമതല. പദയാത്രയുടെ ഏകോപന ചുമതല ഉണ്ടായിരുന്ന യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുലിന്റെ പ്രതികരണം. ഇതൊക്കെ ഒരു മാനുഷികമായ തെറ്റായിട്ട് മാത്രമേ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ ബാക്കി പല വിഷയങ്ങളും പലയിടത്തും ഉണ്ടാവുമായിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഈ പാട്ടൊക്കെ വരിക എന്ന് പറയുന്നത് അതൊരു ഫയല് മാറിപ്പോയി, അതൊക്കെ ഒരു ചെറിയ തെറ്റായിട്ട് അതൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യ സഹജമായിട്ട് പറ്റാവുന്നതല്ലേ. ഇത്ര ദിവസമായിട്ട് ഈ യാത്ര നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടയ്ക്കൊരു 10 മിനിറ്റ് തെറ്റിപ്പോയ ഒരു ഫോൾട്ടാണ്. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? ഇതൊക്കെ CPM ആണെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അവരിങ്ങനെയൊക്കെ ആയിരിക്കുമോ കാണുക. VV വിനോദ് ചേരുന്നു. വിനോദ്, യുവരാജ് എത്ര വിശദീകരിച്ചാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരബദ്ധം തന്നെയാണ് അത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിക്കുന്നത്. അത് എതിരാളികൾ വലിയ പ്രചരണായുധമാക്കി മാറ്റുകയും കഴിഞ്ഞു. എന്താണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ ഒരു നിലപാട്? നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തോട് എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ സീറ്റുകൾ വിജയിക്കണം, അങ്ങനെ ഒരു പ്രയത്നത്തിലേക്ക് BJP നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായി പദയാത്ര നടത്തുന്നു. വലിയ ശക്തിയും കരുത്തും കാട്ടി മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു കാട്ടിയാണ് ഈ യാത്രയുടെ പ്രധാന പ്രചരണം അവർ നയിക്കുന്നതും. പക്ഷേ ഈ ഒരു പാട്ട് വിവാദം വന്നതോടുകൂടി BJPയിൽ ആകെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഈ നേതൃത്വത്തിനെതിരെയൊക്കെയും നേരത്തെ എതിർവിഭാഗത്തിന് ആരോപണവും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കി തീർത്തുകൊണ്ട് എതിർചേരിയിലുള്ള നേതാക്കളെല്ലാം ഒപ്പം ചേർത്ത് ഔദ്യോഗിക വർഷം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഇത് തർക്കങ്ങളിലേക്ക് പോകുന്നു. സോഷ്യൽ മീഡിയ കൺവീനർ S. ജയശങ്കറിനെ മാറ്റണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പദയാത്രയുടെ ചുമതലയുണ്ടായിരുന്ന യുവരാജ് ഗോകുൽ അദ്ദേഹം ഇങ്ങനെ ഒരു വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്, കയ്യബദ്ധമാണെന്നൊക്കെ. പക്ഷേ അത് നേതൃത്വം മുഖവിലക്കെടുക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെ തകർക്കണം എന്ന നിലയ്ക്കുള്ള പാട്ടാണ് വന്നത്. ഇത് 2009 V. മുരളീധരൻ യാത്ര നടത്തുമ്പോൾ അന്നത്തെ UPA സർക്കാരിനെതിരെ കൊണ്ടുവന്ന ഒരു ഗാനമാണ്, പദയാത്രയുടെ ഭാഗമായി വന്ന ഗാനമാണ്. അത് അറിയാതെ പ്ലേ ആയി എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. മലപ്പുറം സോഷ്യൽ മീഡിയ കമ്മിറ്റിക്കാണ് ഈ അബദ്ധം പറ്റിയതെന്ന് അവർ പറയുന്നു. അവിടെ യാത്ര നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഇത് നേതൃത്വം മുഖവിലക്കെടുക്കുന്നില്ല. കാരണം 2014 BJP കേരള ഘടകത്തിന് യൂട്യൂബ് ഉണ്ടാകുന്നത്. അതിനു മുൻപ് വന്ന പാട്ട് എങ്ങനെ ഈ യൂട്യൂബിൽ എത്തി എന്നതാണ് നേതൃത്വം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിനെ തകർക്കണം എന്ന നിലയ്ക്ക് സുരേന്ദ്രൻ്റെ യാത്രയുടെ ഭാഗമായി ഇങ്ങനെ ഒരു ഗാനം വരുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എതിർ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇത് BJPയെ ട്രോളി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇത് നേതൃത്വത്തിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പക്ഷേ ഈ അബദ്ധം പറ്റി എന്ന് പറയുമ്പോഴും ആ കൂട്ടർ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത് മാനുഷികമായി പറ്റിയ ഒരു പിശകാണ് എന്നതാണ്. പക്ഷേ നേതൃത്വം അതങ്ങനെ കാണുന്നില്ല. പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ ഇതിനെ നിസ്സാരമായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ യാത്ര അതിന് ശോഭ കെടുത്തുന്ന തരത്തിലായിപ്പോയി ഇത്തരത്തിലുള്ള ഒരു നടപടിയെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. മാത്രവുമല്ല, SC/ST വിഭാഗത്തോട് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കും എന്ന ഒരു പോസ്റ്ററും ഈ യാത്രയുടെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടു. അതും
കുഴപ്പത്തിലാക്കുന്നതാണ്. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? SC/ST വിഭാഗത്തോട് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ അവരെ മറ്റ് ഒരു വിഭാഗമായി കാണുന്നു, ഈ കാലഘട്ടത്തിലും കാണുന്നു എന്ന അതിഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നു. ഈ പോസ്റ്ററിലും നേതൃത്വത്തിന് പങ്കില്ല. ഇത് ഇറക്കിയതുൾപ്പെടെ ഈ പാട്ടിൽ കേന്ദ്ര സർക്കാരിനെ തകർക്കണമെന്ന പാട്ട് ഈ യാത്രയുടെ ഭാഗമായി വന്ന കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി ഉണ്ടാകണമെന്നാണ്. ഇത് യാദൃശ്ചികമല്ല. കാരണം BJP സോഷ്യൽ മീഡിയ സെല്ലും BJP നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വവുമായി നേരത്തെ തന്നെ ശീതസമരമുണ്ട്. കാരണം V. മുരളീധരൻ്റെയോ K. സുരേന്ദ്രൻ്റെയോ പരിപാടികൾക്കോ അവരുടെ വാർത്താ സമ്മേളനങ്ങൾക്കോ സോഷ്യൽ മീഡിയ സെല്ല് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന ആരോപണം ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് തന്നെ നേരത്തെ ഉയർന്നു വന്നതാണ്. പക്ഷേ അതൊരു വലിയ വിവാദമായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിലെ തർക്കമായോ വന്നിരുന്നില്ല. പക്ഷേ നീരസമുണ്ടായിരുന്നു. നേതാക്കൾക്ക്, പ്രത്യേകിച്ച് V. മുരളീധരനും K. സുരേന്ദ്രനും വേണ്ടത്ര പ്രാധാന്യം സോഷ്യൽ മീഡിയ സെൽ കൊടുക്കുന്നില്ല എന്ന ആരോപണം. ഇതൊരു ദേശീയ നേതാവിൻ്റെ നേർക്ക് വരെ ഈ ആരോപണം നീളുന്നുണ്ട്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ കൺവീനറെ നിയോഗിച്ചത് ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ നേതാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇതിൽ ജയശങ്കർ നൽകിയ വിശദീകരണം, മലപ്പുറം സോഷ്യൽ മീഡിയ സെൽ നൽകിയ അതേ വിശദീകരണം ജയശങ്കർ പാർട്ടി അധ്യക്ഷന് നൽകുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പവർ സപ്ലൈ പോയി, ആ സമയത്ത് യൂട്യൂബിലെ ഗാനങ്ങൾ തിരഞ്ഞ് പ്ലേ ചെയ്യുകയായിരുന്നു, അബദ്ധത്തിൽ വന്നതാണ് എന്ന് മലപ്പുറത്തെ സെൽ പറഞ്ഞ കാര്യം അതേപടി സുരേന്ദ്രന് നൽകുകയായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ അക്കാര്യത്തിൽ തൃപ്തനല്ല. രഞ്ജിത്ത്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശരി വിനോദ്, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ CPM-ന് പങ്കുണ്ടെന്ന ലീഗ് നേതാവ് KM ഷാജി. അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായ കുഞ്ഞനന്തനെ രഹസ്യം ചോരാതിരിക്കാൻ CPM ഇല്ലാതാക്കിയെന്നാണ് ഷാജി പറയാതെ പറയുന്നത്. ശിക്ഷ അനുഭവിക്കവേ കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഷാജി പ്രസംഗിച്ചു. കൊണ്ടോട്ടിയിലെ ലീഗ് സമ്മേളനത്തിൽ ഷാജി നടത്തിയ പ്രസംഗം രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. കുഞ്ഞനന്തൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ പേരിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല്, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കുഞ്ഞനന്തൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്തനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. CV അനുമോദ് ശരിയാണ്. അനുമോദ്, വളരെ മൂർച്ചയുള്ള ഒരു ആരോപണമാണ് ഷാജിയുടെ ഭാഗത്തു നിന്ന്. അല്ലാതെ തന്നെ ഈ ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സന്ദർഭം കൂടിയാണ്. കോടതി തീരുമാനമൊക്കെ വന്നതിന് ശേഷം ക്ഷമിക്കണം, ഷാജി എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക? മുൻപുള്ള കൊലപാതകങ്ങൾ, മുൻപുള്ള മരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഷാജിയുടെ പ്രസംഗം. അതെന്ത് തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കും തെരഞ്ഞെടുപ്പ് ലോകത്ത്? നമുക്കറിയാം, ഈ TP കേസിലെ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഇടതുപക്ഷം വീണ്ടും ആ കേസിൽ കൂടുതൽ വിശദീകരണവും പ്രതിരോധവും ഒക്കെ തീർക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ആ കേസിലെ 13-ാം പ്രതിയായിരുന്ന തടവിൽ ഇരിക്കെ അസുഖം കാരണം മരണമടഞ്ഞ കുഞ്ഞനന്തൻ്റെ കാര്യം ഷാജി വീണ്ടും വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഷാജിയുടെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇതൊരു കൂടുതൽ ഇടതുപക്ഷത്തിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു വിഷയം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം അതിന് സാധൂകരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം ശൈലിയാണ് എന്ന് വിശദീകരിക്കുവാനാണ് ഫസൽ വധത്തിലെ കാര്യവും അതുപോലെ തന്നെ ഷുക്കൂർ വധത്തിലെ പ്രതികൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കൂടുതൽ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലിയാണ് കൊല്ലുക, തുടർന്ന് കൊന്നവരെ വീണ്ടും മറ്റാരെങ്കിലും ഉപയോഗിച്ച് കൊല്ലുക. അത്തരത്തിൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയിലാണ്. അതിന് കുഞ്ഞനന്തൻ്റെ മരണവും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ കുഞ്ഞനന്തൻ്റെ മരണത്തിന് കാരണം ഭക്ഷ്യവിഷബാധയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞനന്തനെ ഇല്ലാതെയാക്കുവാൻ ഇടതുപക്ഷത്തിൽ ആരൊക്കെയോ ശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം
ആണ് KM ഷാജി അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. മാത്രമല്ല ഈ TP കേസ് വീണ്ടും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കഴിയുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. സ്വാഭാവികമായിട്ട് KM ഷാജി നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ അത് മറ്റ് ലീഗ് നേതാക്കളെ പോലെയല്ല, കുറെ കൂടി കടുത്ത ഭാഷയിൽ, നിശ്ചിതമായ ഭാഷയിൽ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. എന്നാൽ ലീഗിന്റെ ഇപ്പോൾ ശ്രീ കുഞ്ഞനന്ദന്റെ മകൾ സ്വപ്ന ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അനുമോദിലേക്ക് വരാം. സ്വപ്ന, KM ഷാജിയുടെ ആരോപണത്തോടുള്ള പ്രതികരണം എന്താണ്? ഇത് CPM-ന് കൂടി പങ്കാളിത്തമുള്ള ഒരു മരണമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കുടുംബം സ്വാഭാവികമായി അതിൽ പ്രതികരിക്കണമല്ലോ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണവും ഇല്ല, അങ്ങനെ ഒരു ദുരൂഹതയോ ഞങ്ങൾ ഇവിടെ ആരോപിച്ചിട്ടില്ല. ഇത് KM ഷാജി സ്വന്തം ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ജൽപ്പനം മാത്രമാണ്. എന്തായിരിക്കും ഷാജിയുടെ ലക്ഷ്യം ഇങ്ങനൊരു സംഗതി ഉന്നയിക്കുന്നതിലൂടെ? ലക്ഷ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കാം, വേറൊന്നും ഞാനതിൽ കാണുന്നില്ല. ഇത്രയും കാലം ഇല്ലാത്തൊരു ആരോപണം ഷാജി ഇപ്പോൾ ഉന്നയിക്കുന്നെങ്കിൽ ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഭയമായിരിക്കും. സ്വാഭാവിക മരണമാണ് കുഞ്ഞനന്തന് സംഭവിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, അച്ഛനെ UDF-ന്റെ ഭരണ സമയത്ത് മതിയായ ചികിത്സ ലഭ്യമായിരുന്നില്ല. ഞങ്ങൾ പലതവണ കോടതിയിൽ അച്ഛനെ കൂടുതൽ വിദഗ്ധമായ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്തൊന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അത്ര ഒരു സമീപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമായിരുന്നില്ല. അങ്ങനെ വന്നു നോക്കിയാൽ UDF-ന്റെ അലംഭാവം കൊണ്ട് തന്നെയാണ് അച്ഛൻ മരിച്ചത്. കൊടിയേരി അച്ഛൻ മരിച്ച സമയത്ത് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. UDF-ന്റെ ഭരണകൂടം വേട്ടയാടി കൊന്നത് തന്നെയാണ് അച്ഛന. ഈ CPM-ന്റെ സഹായം ഉണ്ടായിരുന്നോ ആ വേളയിലൊക്കെ കുടുംബത്തിന്? പിന്നെ എല്ലാ ഘട്ടത്തിലും CPM-ഉം അച്ഛൻ നിരപരാധിയാണ് എന്നത് CPM-നും ബോധ്യമുള്ള കാര്യമാണ്, നാട്ടുകാർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള കേവലം ഒരു ആരോപണമായിയാണ് കുടുംബം ഇതിനെ കാണുന്നത്? ഉറപ്പായിട്ടും. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിനോ മറ്റോ തയ്യാറെടുക്കുന്നുണ്ടോ കുടുംബം? വക്കീലുമാരോട് ആലോചിച്ചിട്ട് ഞങ്ങൾ ചെയ്യും. ആലോചിക്കുന്നുണ്ട് അല്ലേ? ആലോചിച്ചിട്ട് ചെയ്യും. അതിനെപ്പറ്റി ഞാനിപ്പോ പാർട്ടിയോട് സംസാരിച്ചിരുന്നോ ഈ വിഷയം? സംസാരിച്ചു. എന്താണ് മറുപടി? അല്ല, പാർട്ടിക്ക് വേറെ മറുപടി ഒന്നും ഇല്ല. ഇതിനകത്ത് ഞങ്ങളല്ലേ മറുപടി കൊടുക്കേണ്ടത്, പാർട്ടിയല്ലല്ലോ. ഞങ്ങളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ചു. ശരി ശരി. സ്വപ്നയാണ് സംസാരിച്ചത്, കുഞ്ഞനന്തന്റെ മകൾ. അനുമോദ് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. കുഞ്ഞനന്തന്റെ കുടുംബം പൂർണ്ണമായും ഈ ആരോപണം തള്ളുന്നു. ഷാജി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണം മാത്രമായി ഇതിനെ മാറ്റി നിർത്തുന്നു. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് കുഞ്ഞനന്തന്റെ ഓരോ തരത്തിലും. ശ്രീ KK രമ MLA, അനുമോദ് തുടരുക. ശ്രീ KK രമ MLA കൂടിയുണ്ട്. ഷാജിയുടെ ആരോപണത്തെ എങ്ങനെയാണ് രമ മറുപടി പറയുന്നത്? നേരത്തെ കുഞ്ഞനന്തന്റെ കുടുംബം പറഞ്ഞത് അത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നാണ്. അല്ല, എനിക്ക് തീർച്ചയായിട്ടും അതൊരു ഗൗരവം, എന്റെ ഒരു അതൊരു അന്വേഷിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് മറ്റ് ഡീറ്റെയിൽസുകളൊന്നും എനിക്കറിയില്ല. ഏതായാലും അത്തരത്തിലൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ആ ഒരു ആരോപണത്തെ ഗൗരവത്തിൽ കാണണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അറിയില്ല, പല CPM-മായി ബന്ധപ്പെട്ട് നമുക്ക് മുൻകാലങ്ങളിലുള്ള പല കേസുകളും അതിന് ഇത്തിരി ഗൗരവം തോന്നുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ എന്താണ് വസ്തുത എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഏതായാലും ഗൗരവത്തെടുത്ത് അന്വേഷിക്കുന്നതാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നേരത്തെയുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലെയും പ്രതികൾക്ക് സംഭവിച്ച കാര്യം കൂടി ഷാജി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതെ അതെ, മുൻകാലങ്ങളിൽ പല അനുഭവങ്ങളും നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. അതൊന്നും ഒരുപക്ഷെ വസ്തുതാപരമായി തെളിയിക്കാൻ സാധിച്ചില്ല. ഞാൻ ഏറ്റവും അവസാനം ഞാൻ കേട്ടത് നമ്മുടെ പ്രകാശം മാഷ മകൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു സംശയം വരികയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവത്തെടുത്ത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് രമ, അല്ലേ? അതെ 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 അതെ. ശരി. KK രമയാണ് പ്രതികരിച്ചത്. KK രമ MLA ആണ് പ്രതികരിച്ചത്. കുഞ്ഞനന്തന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് ഷാജി ഉയർത്തിയ ആരോപണം, പ്രസംഗത്തിൽ ഷാജി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, അവിടെ അതിൽ കുടുംബം അത് പൂർണ്ണമായും തള്ളുന്നുണ്ടെങ്കിലും KK രമ ആ ആരോപണത്തിന് ഗൗരവം ഒട്ടും കുറവില്ല. കാരണം നേരത്തെയുള്ള അനുമോദ് CPM-ന്റെ പലതരത്തിലുള്ള പ്രവർത്തികളും ഇതിനെ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരും CPM-ഉം. തീർച്ചയായും. അല്ല, സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്.
കുഞ്ഞനന്തനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, TP വധക്കേസിൽ 13ാം പ്രതിയായിട്ട് കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾ, ആ തടവ് ശിക്ഷയ്ക്കിടെ അയാൾ അസുഖബാധിതനായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു വിഷയത്തിലാണ് ഷാജിയുടെ ഒരു വെളിപ്പെടുത്തൽ പോലെ അദ്ദേഹം പറയുന്നത് ഭക്ഷ്യവിഷബാധ ഏറ്റാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം അതിൽ ചേർത്ത് പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ രീതി അതാണ്, കൊല്ലിക്കുന്നവരെ തന്നെ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞാൽ അവരെ കൊല്ലും. അത് ഫസൽ വധത്തിലാവട്ടെ ഷുക്കൂർ വധത്തിലാവട്ടെ ഇത്തരം ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ കുഞ്ഞനന്തനെ ഇടതുപക്ഷം തന്നെ കൊല്ലിച്ചതാണ് എന്ന് പറയാതെ പറയുകയാണ് ഷാജി അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് കൂടുതൽ വിശദീകരണം ഒരുപക്ഷെ നൽകേണ്ടതായിട്ട് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ ഇതിനെതിരെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്നാമത് TP കേസിലെ ഹൈക്കോടതി വിധി വന്ന് ഇത്രയും ദിവസമാകുമ്പോൾ ആ വിഷയം വീണ്ടും ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരെ വലിയ ഒരു രാഷ്ട്രീയ ആരോപണം, അതായത് ഇടതുപക്ഷം അത്തരത്തിലൊരു സംഭവം ചെയ്യുന്നവരാണ്, അവർ കൊല്ലിക്കുന്നു, ആ കൊല്ലാൻ ഉപയോഗിച്ചവരെ മറ്റുള്ളവരെ കൊണ്ട് വീണ്ടും കൊല്ലിച്ചതിൻ്റെ രഹസ്യമില്ലാതെയാക്കുന്നു. അത്തരത്തിൽ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് KM ഷാജി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇടതുപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് KM ഷാജിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ശരി, അനുമോദാണ് CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യം അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സീറ്റ് വിഭജനമടക്കം 4 സീറ്റിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. രാകേഷ് രാകേഷ്, ഡൽഹി ഒരു കീറാമുട്ടി ആയിരുന്നു ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ ഇത് കാര്യമായി തന്നെ കോൺഗ്രസിന് മാന്യമായ ഒരു സീറ്റെണ്ണം നൽകി അത് കാര്യമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ആദ്യ വിജയം എന്ന് വേണം ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനത്തിൽ ഇതിനെ കാണാം. മറ്റെന്തൊക്കെയാണ് ധാരണകൾ? രഞ്ജിത്ത്, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ സുപ്രീം കോടതി വിധിയായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ആദ്യ വിജയം. പ്രത്യേകിച്ച് അത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതെങ്കിൽ പോലും ആ വിജയത്തിന് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. സുപ്രീം കോടതി വിധിയോടുകൂടിയാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ മേയർ വിജയിച്ചു കയറിയത്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഡൽഹിയിൽ സഖ്യ നീക്കം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ആരംഭിക്കുകയും ഇപ്പോൾ അത് ധാരണയിൽ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാനും ബാക്കി 3 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള ധാരണയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 സീറ്റും വിജയിച്ചത് BJP ആണ്. ഡൽഹി നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ വിജയം നേടുമ്പോഴും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ വിജയം BJPക്കൊപ്പമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഖ്യമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇരു പാർട്ടികളും എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും സീറ്റുകൾ ഏതൊക്കെ എന്ന് സംബന്ധിച്ച ധാരണയും ഇരു പാർട്ടികൾ തമ്മിലായിട്ടുണ്ട്. അതായത് ആം ആദ്മി പാർട്ടി സൗത്ത് ഡൽഹിയിലും നോർത്ത് വെസ്റ്റ് ഡൽഹിയിലും ന്യൂഡൽഹിയിലും വെസ്റ്റ് ഡൽഹിയിലും മത്സരിക്കും. കോൺഗ്രസ് ചാന്ദിനി ചൗക്കിലും ഈസ്റ്റ് ഡൽഹിയിലും ഒപ്പം നോർത്ത് ഡൽഹിയിലും മത്സരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 7-ൽ 5 കോൺഗ്രസ് രണ്ടാമത് വന്നപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 2 മാത്രമാണ് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചിരുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ചുവടുവെപ്പാണ്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ചുവടുവെപ്പാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നത്. ഏതായാലും ഇപ്പോൾ BJPയെ നേരിടാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ 2 പാർട്ടികളും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. രഞ്ജിത്ത്, ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഡൽഹിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്താൻ കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുമതല. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വയനാട്ടിൽ ചേർന്ന ഉന്നത യോഗത്തിൽ വനമന്ത്രി ഭൂപീന്ദർ യാദവാണ് ഇക്കാര്യം അറിയിച്ചത്. മനുഷ്യ മൃഗ സംഘർഷം രൂക്ഷമാണെന്ന് ബോധ്യപ്പെട്ടതായും ക്ഷുദ്രജീവികളെ നേരിടാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്നും മന്ത്രി ആവർത്തിച്ചു. With of my scientists also, we take some concrete action program also. First, the Ministry of Environment and Forest is having one center that's called a Salim Ali Center for Ornithology and Natural History, SACON, at Coimbatore. Today we decided that
It is now under the Wildlife Institute of India. So our ministry will develop as a center for handholding with states like Karnataka, Kerala and Tamil Nadu on mitigation of human-wildlife conflict. We feel that because this is the border area of 3 states, so we need more interstate coordination, and we feel that all southern states need better cooperation, coordination and collaboration on wildlife issues, and our ministry will facilitate interstate coordination meetings also. The third thing which I found is very necessary for the purpose of capacity building. Our ministry, under the leadership and vision of Honorable Prime Minister Shri Narendra Modi, will support capacity building of frontline staff and other frontline departments for use of early warning systems, use of modern technology. ഇതിനിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഉപവാസം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ മുതൽ തുടങ്ങിയ ഉപവാസ സമരമാണ്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇത്തരത്തിലൊരു ഉപവാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉൾപ്പെടെ എല്ലാവർക്കും അവർ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളോ കൊല്ലപ്പെട്ട വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ ഇതുവരെ ഒരാൾക്ക് പോലും നമ്മൾക്ക് വയനാട്ടിൽ ലഭ്യമായിട്ടില്ല. നൽകിയിരിക്കുന്ന തുക മുഴുവൻ സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൻ്റെ ഹെഡിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയണം, പ്രതികരിക്കണം. രണ്ടാമത്തെ കാര്യം, മരിച്ചതായ മുഴുവൻ ആളുകൾക്കും 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെയും 10 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതും ഉൾപ്പെടെ 20 ലക്ഷം രൂപ കിട്ടാൻ ആവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടി വേണം. ആ നടപടി ഒരു കാരണവശാലും സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനിടെ ബേലൂർ മഗ്ന മിഷൻ തുടരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കർണാടക വനമേഖലയിൽ തുടരുന്ന ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കും. കേന്ദ്ര വനമന്ത്രി സന്ദർശനം നടത്തി നല്ല കാര്യമാണെന്നും വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് വിവരം അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിമാരുണ്ടായിരിക്കണമെന്ന ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരെയാണ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമായിരുന്നു. അത് നല്ല കാര്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ. കാരണം ആത്യന്തികമായ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണല്ലോ. അത് നല്ല കാര്യമാണ്. അതേസമയം ഓപ്പറേഷൻ ബേലൂർ മഗ്ന നീളുകയാണ്. ദൗത്യം തുടങ്ങി 12 ദിവസം പിന്നിട്ടു. ആന കർണാടക വനത്തിൽ തന്നെയുണ്ട്. ജിൻസ് തോട്ടുംകര ചേരുന്ന ജിൻസ്, ദൗത്യം നിർത്തിവെക്കില്ല എന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ വയനാട്ടിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഏത് നിമിഷവും ഇവൻ നേരത്തെ പോലെ കയറി ജനവാസ മേഖലയിലേക്ക് വരാം. പ്രതിഷേധ സമരങ്ങൾ തുടരുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനമുണ്ട്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം ജില്ലയിൽ? രഞ്ജിത്തെ, വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് വയനാട്ടിൽ വലിയ സംഭവവികാസങ്ങൾക്ക് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെയായിരുന്നു കേന്ദ്ര വനം മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് മന്ത്രി അദ്ദേഹം വയനാട് സന്ദർശിക്കുകയുണ്ടായത്. ഇന്നലെ വന്യമൃഗത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും അതുപോലെ തന്നെ അജീഷിന്റെ വീടും പോളിന്റെ വീടും എല്ലാം അദ്ദേഹം സന്ദർശിക്കുകയും ഈ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വന സംരക്ഷണത്തോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയം ധരിപ്പിക്കുകയും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇവിടെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകളെല്ലാം ഇന്ന് രാവിലത്തോടുകൂടെ കഴിഞ്ഞു. കലക്ടറേറ്റിൽ വെച്ചായിരുന്നു ഉന്നതതല യോഗം ചേർന്നത്. ഇതിൽ കൃത്യമായും വയനാട്ടിൽ
അഭിമുഖീകരിക്കുന്ന വന്യമൃഗ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇത്തരത്തിൽ മരണങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധജാല സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഉപവാസ സമരവും അതുപോലെ തന്നെ പ്രതിഷേധ സമരവും സംഗമവും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാവിലെ മുതലായിരുന്നു ഇത്തരത്തിൽ സമരങ്ങൾ ആരംഭിച്ചത്. എന്തായാലും ഈ സമരം തുടരുകയാണ്. 3 മണിയോടുകൂടെ എല്ലാ മാനന്തവാടി രൂപതയുടെ ഇടവകളിലുള്ള എല്ലാ ഇടവകളിൽ നിന്നും ആളുകൾ ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും വിശ്വാസികളും ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ട് 10,000-കണക്കിന് വിശ്വാസികളായിരിക്കും ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാന ഇപ്പോഴും നിലവിലുള്ളത് കർണാടക വനത്തിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെ എത്രയും പെട്ടെന്ന് മൈക്കൂടി വെക്കാനുള്ള നീക്കവും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ശരി, ജിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഒന്ന് പോകണം. കർഷക സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പഞ്ചാബും ഹരിയാനയും തമ്മിൽ തർക്കം. ഉത്തരവാദികളായ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞു. എന്നാൽ മരണത്തിന് ഉത്തരവാദി പഞ്ചാബ് സർക്കാരാണെന്നായിരുന്നു ഹരിയാന BJP അധ്യക്ഷന്റെ വിമർശനം. ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ടെന്നും പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു. ഇതിനിടെ കർഷക ക്ഷേമത്തിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സമവായത്തിനായി ഇരുപക്ഷത്തു നിന്നും കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയും പ്രതികരിച്ചു. രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, സമരം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, പക്ഷേ കർഷകർ അതിർത്തികളിൽ തമ്പടിച്ച പശ്ചാത്തലമുണ്ട്. ഈ മരണം ഈ സമരരംഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രത്യാരോപണങ്ങൾ എന്തൊക്കെയാണ്? രാഗേഷിലേക്ക് വരാം. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്കറിയാം, കർഷക സമരം ഡൽഹിയിൽ ശക്തമായി തുടരുകയാണ്. അതിർത്തികളിൽ കർഷകർ തമ്പടിച്ചിരിക്കുന്നു. നിരവധി ആളുകൾ കർഷകർ ഇതുമായി ബന്ധപ്പെട്ട ട്രാക്ടറും മറ്റുമായി അതിർത്തികളിലേക്ക് വരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ. ഇതിനിടയിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. രാഗേഷ, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഇന്നലെ സംഗ്രൂർ ജില്ലയിലെ കനൌലി അതിർത്തിയിലുണ്ടായ സംഘർഷത്തിലാണ് കർഷകൻ കൊല്ലപ്പെട്ടത്. ബട്ടിണ്ടയിൽ നിന്നുള്ള 24 വയസ്സുള്ള കർഷകനാണ് കൊല്ലപ്പെട്ടത്. അതായത് ഇയാളുടെ തലയ്ക്ക് പുറകിൽ വെടിയേൽക്കുകയായിരുന്നു എന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഏതായാലും ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർഷക സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ച വേണോ എന്ന കാര്യത്തിൽ പോലും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സമാധാനപരമായാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിനു നേരെയാണ് പോലീസ് വെടിവെച്ചത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. ഏതായാലും പഞ്ചാബ് സർക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും, അവരെ വെറുതെ വിടില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇത് BJP, പ്രത്യേകിച്ച് ഹരിയാന ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയത് കർഷകർക്ക് നേരെയുണ്ടായ വെടിവെപ്പിന് ഉത്തരവാദി പഞ്ചാബ് സർക്കാരാണെന്ന ആരോപണമാണ് ഹരിയാനയിലെ BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമായി ഈ വിഷയം മാറിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട്, യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഈ നിലവിലുള്ള സമരത്തിന് SKM ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ഏത് തരത്തിൽ പിന്തുണ കൊടുക്കണം തുടങ്ങിയ കാര്യമാണ് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ സമരം വീണ്ടും ശക്തമാകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ സമരത്തിനില്ലാത്ത സംഘടനകൾ കൂടി സമരരംഗത്തേക്ക് വരികയാണെങ്കിൽ സമരം കൂടുതൽ ശക്തമാകും. ഏതായാലും 2 ദിവസത്തേക്കാണ് ഇപ്പോൾ നിലവിൽ അതിർത്തികളിൽ തന്നെ തമ്പടിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഡൽഹി ചലോ മാർച്ച് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും 2 ദിവസത്തിന് ശേഷം ഈ മാർച്ച് പുനരാരംഭിക്കും. ശക്തമായി തന്നെ തുടരും. ഡൽഹിയിൽ എത്താതെ മടങ്ങില്ല, ആവശ്യങ്ങൾ നേടിയെടുക്കാതെ മടങ്ങില്ല എന്നാണ് ഇപ്പോൾ ഏതായാലും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി. തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതായ 2.5 വയസ്സുകാരിയുടെ യഥാർത്ഥ രക്ഷിതാക്കളാണോ ഒപ്പമുള്ളതെന്നറിയാൻ DNA പരിശോധന. ഇതിനായി കുട്ടിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് ലാബിന് കൈമാറി. നിലവിൽ കുട്ടി അത്താണിയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. ഫോറൻസിക് ലാബിൽ നിന്നും എത്രയും വേഗം റിപ്പോർട്ട് കിട്ടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. രക്തത്തിൽ മദ്യം കലർന്നിട്ടുണ്ടോ എന്നറിയാനാണ് സാമ്പിൾ ശേഖരിച്ചത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതാണോ എന്നതും
അന്വേഷണ പരിധിയിലുണ്ട്. വീഡിയോ റിപ്പോർട്ട് കാണാം. മറ്റു വാർത്തയിലേക്ക് പോകണം. മലപ്പുറം എടവണ്ണപ്പാറ ചാലിയാറിലെ 17-കാരിയുടെ മരണത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ. കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിക്കെതിരെ പോക്സോ കേസ് വകുപ്പ് പ്രകാരം കേസെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. ഇന്ന് പുനലൂരിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി അശ്വിനി ചേരുകയാണ്. അശ്വിനി, വലിയ ചൂടാണ് കേരളത്തിൽ. ചൂട് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആശ്വാസമായി വേനൽ മഴയുടെ പൊടി പോലുമില്ല. എന്താണ് പ്രവചനം? രഞ്ജിത്ത്, കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഉയർന്ന താപനിലയാണ് സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. ഇന്ന് 6 ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്കുള്ള മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കൊല്ലം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൊല്ലം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും ഉയർന്ന താപനില ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ ഉയർന്ന താപനില എത്തും. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഇത് 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഇന്ന് പുനലൂരാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. പുനലൂർ 37 ഡിഗ്രിയാണ് ഇന്നത്തെ താപനില. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ജില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായി ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടായിരിക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ തുടർച്ചയായി ഈ പട്ടികയിൽ കോഴിക്കോട് ഇടം പിടിക്കുന്നുണ്ട്. കണ്ണൂരാണെങ്കിൽ 4 ദിവസം ഇത്തരത്തിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തി. പതിവിന് വിപരീതമായി ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളും ഉയർന്ന താപനില ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. എറണാകുളത്തും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. രഞ്ജിത്ത്, അതാണ് സംസ്ഥാനത്തെ ചൂടിൻ്റെ ഒരു സ്ഥിതി. പുനലൂരിലാണ് നേരത്തെ അശ്വിനി പറഞ്ഞതുപോലെ റെക്കോർഡ് ചൂട് അനുഭവപ്പെടുന്നത്. ഇതോടെ വഴിയോര കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം വെന്തുരുകുകയാണ്. പകൽ സമയം വഴിയോരങ്ങളും വിജനമാകുന്ന കാഴ്ചകളാണ് പുനലൂരിൽ നിന്നും ലഭിക്കുന്നത്. പുനലൂരിൻ്റെ സമസ്ത മേഖലകളും സ്തംഭനത്തിലാണ്. പട്ടണത്തെ കീറിമുറിച്ചൊഴുകുന്ന കല്ലടയാറിന് പോലും ചൂടിനെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ പുനലൂർ എവിടെ ചെന്ന് നിൽക്കും? എല്ലാവരുടെയും ചോദ്യം ഇതാണ്. പുനലൂർ കലയനാട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപമാപിനിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 37.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂട്. വരും ദിവസം കടുത്ത ചൂടിനെ നേരിടേണ്ടി വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെയും മുന്നറിയിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിട്ടുള്ളത് 38.5 ഡിഗ്രി സെൽഷ്യസ്. അത് 3-4 വർഷം മുമ്പാണ്. പക്ഷേ ഈ ഫെബ്രുവരി മാസത്തിൽ ഇത്രയും കൂടുതൽ ചൂട് വന്നിട്ടുള്ളത് ഈ വർഷം. അത് 37.6 ഡിഗ്രി സെൽഷ്യസ് ഒരു ദിവസം വന്നു. പുനലൂർ പട്ടണത്തിൽ തണൽ വിരിച്ചു നിന്ന മരങ്ങളും ഉണങ്ങിത്തുടങ്ങി. ഉച്ചയായാൽ ടൗൺ പൂർണ്ണമായും വിജനമാകും. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. നിൽക്കാൻ വയ്യ, ദേഹമെല്ലാം പൊള്ളി അടരുക ചൂട് കാരണം. ഇട്ടേക്കുന്ന സാധനങ്ങൾ വേറെ വെന്തു പോവുക ചൂട് കൊണ്ട്. അതിന് ഒരു നിർവാഹവും ഇല്ല. ചൂടിന് വേണ്ടി ഒരു ശമനം ഇല്ല. கம்மியாக இருக்குது, சூடு இல்லை, மக்கள் வெள்ளம் வெளியே வரவே இல்லை, வீட்டிலே இருக்காங்க. ஈவினிங் தான், சாயங்காலம் போல கொஞ்சம் வியாபாரம் இருக்குது, மதிய வெயிலில் ஒன்றும் இல்லை. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന തൂക്കുപാലത്തിൽ ചൂട് കടുത്തതോടെ ഒരാളും കയറുന്നില്ല. മീനമാകുമ്പോഴത്തേക്കിന് വെന്തുരുക്കും ചൂട്, യാതൊരു സംശയം വേണ്ട. പുനലൂരിനെ സംബന്ധിച്ചോളം പാലക്കാടിനേക്കാളും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് പുനലൂർ നിവാസികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ സമയമാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ അതൊക്കെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓട്ടോ സ്റ്റാൻഡുകളുടെ സ്ഥിതിയും ദയനീയമാണ്. പുനലൂരിലെ ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടി കൂടുതലാണ്. ഇവിടെ കിടന്ന് വെയിൽ കൊണ്ട് വെന്തുരുകയാണ് ആൾക്കാരെല്ലാം. റോഡിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. വഴിയോര കച്ചവടം പൂർണ്ണമായും നിലച്ചു. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നാരങ്ങ കച്ചവടമായിരുന്നു പുനലൂരിലെ പ്രധാന വഴിവാണിഭം. ചൂട് കടുത്തതോടെ എല്ലാ കച്ചവടക്കാരും പ്രതിസന്ധി നേരിടുകയാണ്. തണ്ണിമത്തൻ, ഇളനീര്, നാരങ്ങാ വെള്ളം എന്നിവയുടെ കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് കൂടുതല, പക്ഷേ ആള് കുറവാണ്. ആള് കുറവായത് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ആള് കുറവാണ്.
ആര്യങ്കാവ് ചുരം കടന്നെത്തുന്ന ഉഷ്ണക്കാറ്റാണ് പുനലൂരിലെ കാലാവസ്ഥാ വ്യതിയാനത്തിനും കടുത്ത ചൂടിനും കാരണമെന്ന് പറയപ്പെടുന്നു. ഓരോ വേനലിലും ചൂട് കടുക്കുകയും ചൂട് മൂലമുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ഫലപ്രദമായി നേരിടാമെന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖയും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല. പുനലൂരിൻ്റെ ഒരു താഴ്ന്ന പ്രദേശമാണ് കലയനാട്. ഈ കലയനാട് പോലുള്ള സ്ഥലത്ത് പോലും, ഇവിടെയാണ് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ള കലയനാടാണ്. ഈ പ്രദേശത്ത് പോലും മനുഷ്യർ ജീവിക്കാൻ കഴിയാത്ത, ഒരു ശകലം പോലും തണുപ്പില്ലാത്ത വളരെ അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇത് അസഹനീയമാണ്. സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലാകും. അനുദിനം ഉയർന്നു വരുന്ന ചൂട് നിയന്ത്രിക്കാനാകാതെ പുനലൂരുകാർ നെട്ടോട്ടമടുകയാണ്. പുനലൂരിൻ്റെ സമസ്ത മേഖലകളും ചൂട് മൂലം സ്തംഭനത്തിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇനി എന്താകും പുനലൂര്? മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. മൂന്നാറിൽ വീണ്ടും ഒഴിപ്പിക്കൽ. സൂര്യനെല്ലിയിലാണ് വീണ്ടും ഒഴിപ്പിക്കൽ ആരംഭിച്ചിരിക്കുന്നത്. റിസോർട്ടും 3 ഏക്കർ ഭൂമിയും ദൗത്യ സംഘം ഒഴിപ്പിച്ചു. വെള്ളൂക്കുന്നേൽ ജിജി, അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത്. വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് നടപടി. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി ഒഴിപ്പിച്ചത്. സംസ്ഥാനത്ത് തിയേറ്ററുകളിൽ നാളെ മുതൽ മലയാള സിനിമ റിലീസ് ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ച തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് നിർമ്മാതാക്കൾ, വിതരണക്കാർ എന്നിവർക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് നടപടിയെന്നാണ് ഫിയോക്കിന്റെ വിശദീകരണം. തിയേറ്റർ ഉടമകൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്ടർ വെക്കാൻ സാധിക്കുന്നില്ലെന്നും പുതിയ പ്രൊജക്ടറുകൾ വാങ്ങാൻ പ്രൊഡ്യൂസർമാരുടെ നിയന്ത്രണത്തിലുള്ള മാസ്റ്ററിംഗ് കമ്പനി നിർബന്ധിക്കുന്നുവെന്നുമാണ് തിയേറ്റർ ഉടമകളുടെ ആക്ഷേപം. നിർമ്മാതാക്കൾ OTT കരാർ കൃത്യമായി പാലിക്കുന്നില്ലെന്നും ഫിയോക്ക് ആരോപിക്കുന്നു. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ സമരപ്രഖ്യാപനത്തോടെ മലയാള ചലച്ചിത്ര മേഖലയിൽ വീണ്ടും സംഘർഷത്തിന്റെ നാളുകളിലേക്ക് കടന്നിരിക്കുകയാണ്. നിർമ്മാതാക്കളുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് ഫിയോക്ക് നേരത്തെ അറിയിച്ചിരുന്നു. സിനിമാ സംഘടനകൾ അംഗീകരിച്ചുള്ള എഗ്രിമെന്റുകളിലുള്ള ഏകപക്ഷീയ വ്യവസ്ഥകൾ പിൻവലിക്കുക, തിയേറ്ററിൽ റിലീസ് ചെയ്ത് 42 ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ OTTയിൽ സിനിമ പ്രദർശിപ്പിക്കാവൂ എന്ന ഫിലിം ചേംബർ നൽകിയ എഗ്രിമെന്റ് ലംഘിച്ചു. 22 ദിവസം കഴിഞ്ഞ് തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്തു എന്നതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഫിയോക്ക് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം ഷെയറിംഗ് രീതിയിലുള്ള മാറ്റം വരുത്തണം, പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ, പോസ്റ്റിംഗ് ചാർജ് എന്നിവ പൂർണ്ണമായും നിർത്തലാക്കണം എന്നീ ആവശ്യങ്ങളും ഫിയോക്ക് ഉന്നയിക്കുന്നുണ്ട്. ഇന്നുവരെയുള്ള സമയമാണ് നിർമ്മാതാക്കൾക്ക് ഫിയോക്ക് നൽകിയിരിക്കുന്നത്. ഉടൻ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ നാളെ മുതൽ മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നതാണ് തീരുമാനം. എന്നാൽ സമരത്തെ എതിർത്തുകൊണ്ട് നിർമ്മാതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. തിയേറ്ററുകളിൽ അത്യാവശ്യം ആളുകൾ കയറുന്ന സമയത്ത് ഫിയോക്ക് പ്രഖ്യാപിച്ച സമരം അനാവശ്യമാണെന്നും ഇത് അവരോട് തന്നെ നടത്തുന്ന നിഴൽ യുദ്ധമാണെന്നും ഫെഫ്ക പറഞ്ഞു. നവമി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. തോട്ടപ്പള്ളി ഖനനവുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 ഇന്നലെ പരിശോധിച്ചത് ഒറ്റപ്പന ഉൾപ്പെടെയുള്ള പൊഴിയുടെ വടക്കൻ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഇന്ന് തെക്കൻ മേഖലകളിലൂടെ തീരദേശത്തിലൂടെയാണ് സഞ്ചാരം. പലനെയും തൃക്കുന്നപ്പുഴയും അടക്കമുള്ള തീരങ്ങൾ നേരിടുന്ന വെല്ലുവിളി ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. ഇന്നലെ നമ്മൾ പരിശോധിച്ചത് തോട്ടപ്പള്ളി പൊഴിമുഖവുമായി ബന്ധപ്പെട്ട അതിന്റെ വടക്കോട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ ഇന്ന് തെക്കോട്ടുള്ള തീരദേശ മേഖലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ളത് തൃക്കുന്നപ്പുഴ ഭാഗമാണ്. തൃക്കുന്നപ്പുഴ ഭാഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും മറ്റു ആളുകളുമായി നമ്മൾ സംവദിക്കുകയാണ്. ഒറ്റപ്പന ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മണലെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വീടുകൾ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ അത് തന്നെ, ഇവിടെയാണ് ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കാണുന്നതായിട്ടല്ല, പിന്നെ നേരം വിളിക്കുമ്പോൾ അത് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പകുതിയോളം താന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരം വെക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. അതായത് ഒരു സമയത്ത് കടലിൽ മണ്ണെടുക്കുകയും പിന്നീട് തീരം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. മണലെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായ എന്തൊക്കെ പ്രശ്നങ്ങൾ? മണലെടുപ്പുമായിട്ട് വരുമ്പോൾ നമ്മൾ ഇച്ചിരി കടലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മണ്ണ് വരും, ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പോകും. അതിപ്പോൾ ഈ മണൽ ശോഷണം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ആ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നൊക്കെ മണലൊക്കെ ഇങ്ങനെ വാരിക്കൊണ്ട് പോകും. അതുകൊണ്ടുണ്ടാകുന്നതാണെന്നോ നമ്മൾ പ്രതിഭാസം. ഒറ്റപ്പന അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്ത് വലിയ തോതിലുള്ള തീരശോഷണം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമുക്ക് തെക്കോട്ട് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് വലിയഴിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? തീർച്ചയായും ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന മണലെന്ന് പറയുന്നത് ഈ വലിയഴിക്ക മുതൽ ആലപ്പുഴ ബീച്ച് വരെയുള്ള മണലാണ്. മണൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ തീരദേശത്ത് കിടക്കുന്ന മണലാണ് അവിടെ അടിഞ്ഞുകൂടുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു പ്രത്യാഘാതം
ഇവിടെ ഈ പതിയാങ്കരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പൊന്തുവള്ളങ്ങൾ ഇറക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മളോട് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. പൊന്ത ഇപ്പൊ ഈ കടലിങ്ങനെ ഈ കല്ല് കിടക്കുന്ന കാരണം നമുക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടല്ല കല്ല് ഇടിക്കാലായിരിക്കും. മുമ്പ് കടലിനപ്പുറം ഈ കല്ലിനപ്പുറം തീരെ ഉണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അതൊന്നുമില്ല ഇപ്പം. ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടോ? ഉണ്ട്. ഇതിപ്പം കടൽക്ഷോഭം വരുമ്പോൾ നമുക്കത് ബാധിക്കുന്നുണ്ട്. കാര്യം മണ്ണല്ല, അന്നേരം ഈ പടപ്പുറത്ത് പടിഞ്ഞാറശം കിടക്കുന്ന മണ്ണൊന്നും കാണത്തില്ല. ഇനി ഈ ഖനന മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു മഴക്കാലം വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഖനനത്തിന് ശേഷം തോട്ടപ്പള്ളി ഇത്ര സജീവമായി മണ്ണെടുക്കാൻ തുടങ്ങിയ ശേഷം കടലാക്രമണം രൂക്ഷമാണോ? ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ കടൽ വരുമ്പം പിന്നെ കടൽ ഇങ്ങോട്ട് കയറി എടുക്കുമ്പോൾ ഇന്ന് മണ്ണിൽ വലിച്ചങ്ങ് പോവുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ പുലിമുട്ട് നിർമ്മാണം ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പൊ തീർച്ചയായും ഈ പുലിമുട്ട് ശാശ്വതമാകണമെങ്കിൽ നമുക്ക് അല്ലെ ഈ കടലിൻ്റെ ക്ഷോഭം തടയണമെങ്കിൽ ഈ പുലിമുട്ടിൻ്റെ നീളം ഇപ്പോൾ ഏതാണ്ട് 30 മീറ്റർ 40 മീറ്റർ ഒക്കെ എന്നുള്ളത് വർദ്ധിപ്പിക്കണം. എന്നാൽ ഇത് വളരെ തൃക്കുന്നപ്പുഴ ഭാഗത്താണ്, തെക്ക് ഭാഗത്താണ്. അവിടെയുള്ളവരും പറയുന്നത് തീരശോഷണം കാര്യമായി ഉണ്ടെന്നാണ്. വീടുകളടക്കം തകർന്ന സാഹചര്യം ഉണ്ടെന്നാണ്. ഇപ്പോൾ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. കിഴക്ക് ഭാഗത്തുള്ള വീടുകൾക്കും പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കതൊന്ന് കണ്ടുവരാം. വലിയ തോതിൽ പൊട്ടുന്നുണ്ടോ വീട്? വീട് പൊട്ടുന്നുണ്ട്, മൊത്തം പൊട്ടുന്നുണ്ട്. ഇതല്ല, മൊത്തം പൊട്ടിയിരിക്കുകയാണ്. അകത്തൊക്കെ പൊട്ടലാണ്? പൊട്ടുണ്ട്. മെയിൻ്റെനൻസ് എപ്പോഴും ചെയ്തോണ്ടിരിക്കുവാണോ? ചെയ്തിട്ടുണ്ട്. എനിക്ക് 3 പെൺകൊച്ചുങ്ങളാണ്. എനിക്ക് ജോലി ചെയ്യാൻ ആരുമില്ല. നമ്മൾ തുടങ്ങിയിട്ട് പോയി നിങ്ങളെ പോറ്റിക്കൊണ്ട് പോകണം. അങ്ങനെയൊക്കെയാണ് ഞാൻ പോണത്. ഇപ്പോഴും കട്ടപ്പെട്ട് ഇതെല്ലാം പൊട്ടിപ്പോട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വീട് ഇരിക്കുന്നുണ്ടോ? മണ്ണൂർന്ന സ്ഥലങ്ങളിൽ താഴ്ന്നു പോകുന്നുണ്ടോ? താഴ്ന്നു ഇവിടെ ഇപ്പൊ പോയില്ല, താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ താഴ്ന്നുണ്ടോ? ഒരുപാട് താഴ്ന്നുണ്ട്. താഴോട്ട് നല്ല വ്യത്യാസം ഉണ്ട്. എന്താ വീടുകൾക്ക് സംഭവിക്കുന്നത്? എന്താ ഈ മണ്ണ് ഈ താഴോട്ട് വരെ ഇരിക്കുകയാണ്. മണ്ണെടുത്തോണ്ട് പോകില്ല, അതനുസരിച്ച് വരെ ഫൗണ്ടേഷൻ അങ്ങ് താഴ്ന്നുണ്ട്. എന്റെ അപ്പുറത്തെ വീടാണ്. ആ വീടൊക്കെ ഇതുപോലെ തന്നെ താഴോട്ട് മൊത്തം പൊട്ടിയിരിക്കുന്നു. ഈ പാവെല്ലാം പൊട്ടുന്നു. കടലിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ കുലുക്കമാണ് വീട്ടിൽ കിടക്കുമ്പോൾ. ഈ കാണുന്നത് പോലെ റോഡിന്റെ കിഴക്ക് ഭാഗത്തുള്ള വീടുകൾക്കാണ് ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സാഹചര്യം ഇതിലും മോശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോട്ടപ്പള്ളി പൊഴിമുഖത്തിന്റെ വടക്കൻ മേഖലയിൽ പോലെ തന്നെ തെക്കൻ മേഖലയിലും അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിടുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പുതിയ കാലത്തിന്റെ വ്യവസായ മാനേജ്മെന്റ് വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്ന ഐക്കൺ 2024 മാനേജ്മെന്റ് കോൺക്ലേവ് തുടരുന്നു. പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷനും ന്യൂസ് 18 കേരളവും ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മാറുന്ന കാലത്തെ മാനേജ്മെന്റ് ആശയങ്ങളുടെ വ്യവസായ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നാണ് ഐക്കൺ 2024 ബി ഫ്യൂച്ചർ റെഡി കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത്. പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ മുന്നേറ്റമാണ് പാലക്കാട് യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത വി കെ ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. ശ്രീകണ്ഠൻ ലോകം മാറുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് പെപ്സിക്കോ മുൻ തലവൻ ശിവകുമാർ സംസാരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായമില്ലാതെ ഭാവിയില്ല. മാനേജ്മെന്റ് ആശയങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഗ്രൂപ്പ് M സൗത്ത് ഏഷ്യ CEO ഒ പ്രശാന്ത് കുമാറുമായുള്ള സംഭാഷണത്തിൽ ശിവകുമാർ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5725, പവന് 45,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4765, പവന് 38,120. വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.